അപ്പോൾ നമ്മുടെ കേക്ക് മിക്സിങ്ങിന് പോകാൻ ഞാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഭയങ്കര വെപ്രാളത്തിലാണ് റെഡിയായത്. അപ്പോൾ നമ്മുടെ പറഞ്ഞ സാമഗ്രികളൊക്കെ ഇട്ട് മേക്കപ്പായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇത് നമ്മുടെ കഴിഞ്ഞ വർഷം ക്രിസ്മസിന് ഞാൻ അനൈന ബൊട്ടീക്കിൽ നിന്ന് എടുത്തൊരു ഇതാണ് കേട്ടോ, ഒരു അനാർക്കലി. നന്നായിട്ടില്ലേ? ഡിമ്പിൾ വരാനായിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ, റെഡി ആവുകയാണ് ഡിമ്പിൾ. ചാക്കോനെ അക്കീൻ്റെ കൂടെ ആക്കി തോമു മമ്മീൻ്റെ കൂടെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ വീട്ടിൽ നിന്ന് ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. ഡൗൺ ചാട്ടിനാണ് ഡ്രോപ്പ് ചെയ്യണത്. അപ്പം ഡിമ്പിൾ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ നമ്മുടെ ക്യൂറേറ്റഡ് ഓർണമെൻറ്റ്സും കൂടി ഇട്ടപ്പം കളർഫുള്ളായിട്ടോ. അപ്പോൾ ഞാൻ പോയപ്പോൾ നല്ലൊരു സീനറി, ഒന്നും നോക്കിയില്ല, വീഡിയോ എടുത്തു. നല്ല സ്കൈ, നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഹമാര ഹോട്ടൽസിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു പരിപാടി കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവം ഞാൻ തൃശ്ശൂർ വന്നിട്ട് 5 വർഷമായെങ്കിലും ഇതുവരെ നമ്മുടെ അടുത്തുള്ള ഈ ഒരു ഹോട്ടലിൽ പോയിട്ടുണ്ടായിരുന്നില്ല. ഫുഡ് നമ്മൾ സൊമാറ്റോ വഴി വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ഈ ഒരു സ്ഥലത്ത് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നല്ല അടിപൊളി അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. നല്ല പ്രകൃതി രമണീയമായിട്ട് സെറ്റ് ചെയ്യാന്നൊക്കെ പറയത്തില്ലേ. അപ്പം ഡിമ്പിളിന് കുറച്ച് ഫോട്ടോസ് എടുക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും ഓർത്തു ഞാനും കുറച്ച് ഷോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് അവിടെ കുറച്ച് മുയലുകളും പാത്തകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം അടച്ചിട്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചാൽ അടച്ചിട്ടിരിക്കുകയാണ്, എന്നെ തുറന്നു വിട്ടിരിക്കുകയാണ്. ആ ഒരു അവസ്ഥയിൽ അവരെ കുറച്ച് ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയാണ്. എന്ന് വെച്ച് കസ്റ്റമേഴ്സിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്ന രീതിയിലല്ല കേട്ടോ. ഇതിപ്പോൾ എങ്ങനെയാണ് കയറി വന്നതെന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങളവിടെ ചെന്നപ്പം ഒക്കെ റെഡി ആയിരുന്നു. മിക്സ് ആൻഡ് മിങ്കിൾ എന്നാണ് ഈ ഒരു സെറിമണിക്ക് അവർ പേരിട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ബണ്ണുണ്ടല്ലോ, ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് ഓട്ടോവൻ്റെ ഏത് ബേക്കേഴ്സിൽ ചെന്നാലും ഈ ഒരു കേക്ക് അവൈലബിൾ ആയിരിക്കും. ഓട്ടോവൻ മണ്ണുത്തിയിലുണ്ട്, നടത്തറയിലുണ്ട്, പട്ടിക്കാടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു പരിപാടീനെ കൂടുതലും കളർഫുള്ളാക്കിയത് നമ്മുടെ നോബിയച്ചനാണ് കേട്ടോ. എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഓട്ടോവനോട് ഒരു സ്പെഷ്യൽ അറ്റാച്ച്മെൻറ്റ് തോന്നി. കാരണം അവർക്ക് സ്വന്തമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഓണർക്ക് അത് ചെയ്യാമായിരുന്നു. പക്ഷേ അച്ഛനെ വിളിച്ച് പ്രാർത്ഥിച്ച് അത് ബ്ലെസ് ചെയ്തിട്ട് തുടങ്ങിയതിൽ ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഇന്നത്തെ ഒരു ജനറേഷൻ മിസ് ചെയ്യുന്ന ഒരു ഘടകമാണ് നമ്മുടെ ഈ ബ്ലെസ്സിങ്ങും കാര്യങ്ങളൊക്കെ. പക്ഷേ അവർ വളരെ ഭംഗിയിൽ അത് ചെയ്തു തുടങ്ങിയപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പം അച്ഛനും നിങ്ങൾക്ക് എല്ലാവർക്കും നോബി അച്ഛനെ അറിയാമായിരിക്കും, ഒട്ടുമിക്ക പേർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അച്ഛൻ്റെ പാട്ടായിക്കോട്ടെ, കുർബാന ആയിക്കോട്ടെ, ഭയങ്കര ഒരു നമ്മളെ പോസിറ്റീവ് ആക്കുന്നതാണ്. പിന്നെ അച്ഛൻ്റെ ഈ ഒരു പരിപാടിക്ക് വന്നപ്പം ആദ്യം തൊട്ട് അവസാനം വരെ വളരെ ക്ഷമയോടെ ഇരുന്ന് സഹകരിച്ച ഒരു വ്യക്തിയാണ് കേട്ടോ. എവിടെയായാലും അച്ഛനത് ഭയങ്കര വില്ലിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ആളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇന്നതിൽ കുറച്ചും കൂടെ നേരിട്ട് അനുഭവിച്ചപ്പം എനിക്കത് ഭയങ്കര ഇന്നത്തെ കാലത്ത് ഒരുപാട് തരത്തിലുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റിലുമുണ്ട്. പക്ഷെ ഇപ്പോഴും നല്ല കുറേ മനുഷ്യരുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ ഡോൺചാനോട് പറയായിരുന്നു, നമ്മുടെ കല്യാണ സമയത്ത് അച്ഛനുണ്ടായിരുന്നതിൽ കുറേയധികം പാട്ടുകളൊക്കെ പാടി എന്ന് വെച്ച് ഞങ്ങളുടെ കല്യാണ കുർബാന മോശമായിരുന്നു എന്നല്ല, പക്ഷേ അച്ഛൻ്റെ പാട്ട് അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പം അച്ഛൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ട് കുറേ നല്ലൊരു മൊമെൻറ്റ്സ് എനിക്കവിടെ കിട്ടി. എനിക്ക് പ്രഭിനോടാണ് ഈ ഒരു അവസരത്തിൽ നന്ദി പറയാനുള്ളത്. കാരണം ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് പ്രഭിനെ കാണുന്നതാണ്. ആ ഒരു സ്ഥാപനം നമ്മൾക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഗൈഡ് ചെയ്യാൻ നമ്മൾ ഒരാളെ ഇൻസ്ട്രക്റ്റ് ചെയ്യുക, ആ ആളത് വളരെ ഭംഗിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരു ലക്കാണ്. ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അത് നമ്മൾ ആഗ്രഹിക്കുന്നതിനൊപ്പം നമ്മുടെ ഉയർച്ച ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കണം നമ്മുടെ കൂടെ ഉണ്ടാവുക. എനിക്ക് പ്രഭിനെ സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അവിടുത്തെ ഓണറായിക്കോട്ടെ, അവരുടെ മകനായിക്കോട്ടെ, എല്ലാത്തിനും മുന്നിലുണ്ടാവും. എനിക്ക് പ്രഭിന് ആ ഒരു ഫ്രീഡം അവർ കൊടുത്തിട്ടുള്ളതായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. കാരണം പ്രഭിൻ ഭയങ്കര ഡെഡിക്കേറ്റഡാണ്. നടത്തറയിൽ നോക്കിയാൽ അതേ കാണും, മണ്ണൂത്തിൽ നോക്കിയാൽ അതേ അവിടെ കാണും. എപ്പോഴും നിറഞ്ഞൊരു സാന്നിധ്യം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ആളുടെ വർത്താനവും അതുപോലെ തന്നെയാണ്. ഞാൻ ഈ ഇടയ്ക്കാണ് ഈ പരിപാടിക്ക് പോയതിന് ശേഷമാണ് ആളുടെ പേജ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നത്. അപ്പോൾ ആളൊരു ഒരു ഫെയിമുള്ള ആളാണ്. മണിച്ചേട്ടൻ്റെ കടുത്ത ആരാധകനാണ്. അപ്പോൾ നമ്മുടെ കോമഡി സ്റ്റാർസ് അല്ലല്ലോ, നമ്മുടെ ടിനു ടോമൊക്കെ പങ്കെടുത്ത ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ, ആൾക്കാർ വന്ന് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുക. അതുപോലെ അമൃത ടി വിയിലൊക്കെ പാട്ട് പാടിയിട്ടുള്ളൊരു വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക്
ഭയങ്കര ഒരു പ്രൗഡായിട്ട് തോന്നി. കാരണം എനിക്കറിയില്ലായിരുന്നു കേട്ടോ, ഇത്രയും നല്ലൊരു ആളുടെ കൂടെയാണ് ഇത്രയും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അറിയാൻ ലേറ്റായി പോയതിലൊരു വിഷമമുണ്ട്. എന്നാലും വേണ്ടില്ല, ലേറ്റായിട്ട് അറിഞ്ഞതും ഭയങ്കര എന്താ പറയുക, ഭയങ്കര സന്തോഷമായിട്ട്. അപ്പോൾ പ്രവീണ് എൻ്റെ ഒരു സ്പെഷ്യൽ കൺഗ്രാറ്റ്സ് വേണമെങ്കിൽ പറയാം. വളരെ ഭംഗിയിൽ ആളത് ചെയ്യുന്നുണ്ട്. അപ്പം എന്താ പറയുക, നമ്മുടെ പരിപാടി കുറച്ച് കളർഫുള്ളായി, കുറച്ചധികം കളർഫുള്ളായി. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് തൃശ്ശൂരിലെ കുറേ കാര്യങ്ങൾ പരിചയപ്പെടുത്തി തന്നത് നമ്മുടെ ഫുഡ് ആൽക്കഹോളിക് സൗമ്യ എന്ന് പറയും കേട്ടോ. ഫുഡ് ആൽക്കഹോളിക് ആണോ ഫുഡ് എന്താ പറയുക, ഞാൻ പറയാം കേട്ടോ, സൗമ്യ എന്നാണ് പേര്, അതെനിക്കറിയാം. പേജിൻ്റെ പേര് ഫുഡ് ആൽക്കഹോളിക് സൗമ്യ തന്നെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആളുടെ വർത്താനവും ഒക്കെ. നേരിട്ട് കണ്ടപ്പം ഒന്നും കൂടെ സന്തോഷമായിട്ടോ. തൃശ്ശൂരിലെ എന്തെങ്കിലും കാര്യം അറിയണമെങ്കിൽ ഒന്നും നോക്കണ്ട, ആ പേജിൽ കയറി നോക്കിയാൽ മതി. അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്ന കൂട്ടത്തിലാണ് കേട്ടോ. അപ്പം സൗമ്യനെ കാണാൻ പറ്റി, വേറെ കുറച്ച് ആൾക്കാരെയൊക്കെ എനിക്ക് പരിചയപ്പെടാൻ പറ്റി ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത്. ഇതാണ് കേട്ടോ നമ്മുടെ ഹോട്ടോവിൻ്റെ ഓണർ. മകനുണ്ടായിരുന്നു, ഭാര്യ ഉണ്ടായിരുന്നു, അവരുടെ കുട്ടി ഉണ്ടായിരുന്നു, സാറിൻ്റെ വൈഫ് ഉണ്ടായിരുന്നു. ആളും എപ്പോഴും അവിടെ ഒരു പ്രസൻസ്. ഇവർക്ക് അതുപോലെ സൂപ്പർ മാർക്കറ്റും തൊട്ടടുത്തുണ്ട് കേട്ടോ. എന്ത് സാധനം വേണമെങ്കിലും അവിടെ ഉണ്ടാവും. സ്കൂൾ സീസണായാൽ സ്കൂൾ മയാണ് അവിടെ. സീസൺ അനുസരിച്ച് അവർ മാറ്റിക്കൊണ്ടിരിക്കും. എല്ലാവർക്കും അവിടെ ചെല്ലുമ്പോൾ ഒരു ചെറു പുഞ്ചിരി കാണും. അതാണ് അവരുടെ വിജയം എന്ന് ഞാൻ പറയട്ടെ. കാരണം നമ്മൾ മോന്ത വീർപ്പിച്ചിരുന്ന കടയിൽ വരുന്നവർക്ക് വലിയ സന്തോഷമൊന്നും കാണില്ല. പിന്നെ നല്ല ക്രിസ്പി ചിക്കൻ അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ കണ്ണടച്ച് ഹോട്ടലിലേക്ക് പോരും കേട്ടോ. ഞങ്ങളിവിടെ ആദ്യമായിട്ട് ഞാൻ വന്നിട്ട് കഴിക്കുന്നത് നമ്മുടെ കൊറോണ സമയത്തൊക്കെ ഒരു ബർഗർ കോംബോ ഉണ്ടായിരുന്നു. ബർഗറും നല്ല ഓംലെറ്റൊക്കെ വെച്ച ഒരു ബർഗറും ഫ്രഞ്ച് ഫ്രൈസൊക്കെ ആയിട്ട് 130 രൂപയ്ക്ക് കിട്ടുമായിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു. ഇപ്പം മെഗാ സെറ്റ് ബർഗർ, സിംഗർ ബർഗർ എന്നൊക്കെ പറഞ്ഞിട്ട് പലതരം ഐറ്റം ഇറക്കുന്നുണ്ട്. ഞങ്ങളുടെ ഫേവറേറ്റ് ഐറ്റം ബർഗറും സ്ട്രിപ്സാണ്. ഞങ്ങളുടെ പിള്ളേർക്ക് ഓട്ടോയിലെ സ്ട്രിപ്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും വേണ്ട, അത്രയ്ക്ക് ഇഷ്ടമാണ്. ടേസ്റ്റും നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് വോത്തിയായിട്ടുള്ള ചിക്കനായിരിക്കും അവിടെ നിന്ന് കിട്ടുന്നുണ്ടാവുക. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നലെ കൂടെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് സമയമെടുത്തു. ഇത് അവിടുത്തെ പേരക്കുട്ടിയാണ് കേട്ടോ, നല്ല നല്ല മിടുക്കി കുട്ടിയാണ്. നമ്മുടെ ചാക്കോച്ചൻ്റെ ക്ലാസ്മേറ്റും കൂടെയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾക്കൊരു ടീ പാർട്ടി പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഗ്രേപ്പ് ടീ പാർട്ടി അല്ല, ജ്യൂസ് പാർട്ടി എന്ന് പറയേണ്ടി വരും. നല്ല അടിപൊളി ഗ്രേപ്പ് ജ്യൂസൊക്കെ ആയിട്ട് നല്ലപോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ബണ്ണും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതേ പ്രഭിനോട്ടി നടന്ന് എല്ലാവരുടെ അടുത്തും വർത്താനം പറയുന്നുണ്ട്. ഇതാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ഹാമ്പർ. പ്ലം കേക്ക്, ചോക്ലേറ്റ് കുക്കീസ്, ചോക്ലേറ്റ്സ്. കേക്ക് എനിക്കും ഡിംപിളിൻ്റെയും ബോക്സിൽ നിന്ന് എപ്പോൾ തീർന്നു പോയെന്നൊന്നും അറിയില്ല, ഞങ്ങളങ്ങ് തിന്ന് അവസാനിപ്പിച്ചു കേട്ടോ. അപ്പോൾ ക്രിസ്മസിന് കേക്കൊക്കെ അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരും. ഗിഫ്റ്റ് ഹാമ്പറും ഒക്കെ ആയിട്ട് കുറേ അറേഞ്ച്മെൻറ്റ്സ് അവർ ചെയ്യുന്നുണ്ട്. ഇതാണ് ഞാൻ ആദ്യം തൊട്ട് പറയുന്ന പ്രബിൻ, നമ്മുടെ ഹോട്ടോവിൻ്റെ കുട്ടി ഹൃദയമാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസാണ്. അപ്പോൾ സൗമ്യയുടെ കൂടെ ഞാൻ നിന്ന് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. സൗമി എന്നാണ് സ്പെല്ലിങ്, സൗമ്യ എന്നാണ് എൻ്റെ വായിൽ വരുന്നത്. കുറച്ചധികം ഫോട്ടോസ് ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത് തകർത്തിട്ടുണ്ട്, ഏപ്രിലൊക്കെ ആയിട്ട് ഇട്ടിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ സൗമി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ആളാണ്. ഇതുവരെ അറിയില്ലെങ്കിൽ ഒന്ന് പേജ് എടുത്ത് നോക്കിയാൽ മതി. ഫുഡ് ആൽക്കഹോളിക് ആണോ ഫുഡ് ആൽക്കഹോളിക് എന്നാണോ പ്രൊനൗൺസ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. ഇനി ഒന്ന് കയറി നോക്കിക്കോളൂ. ഇതാണ് ഞാൻ പറഞ്ഞ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ വിശേഷങ്ങൾ. നല്ലൊരു സെറിമണിയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അതിൽ ഇൻവൈറ്റ് ചെയ്ത പ്രഭിനും അതുപോലെ തന്നെ ഹോട്ടോവിനും എൻ്റെ സ്പെഷ്യൽ താങ്ക്സ്. കേക്ക് മാത്രമല്ല കേട്ടോ, കുറേ ഐറ്റങ്ങൾ അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ മിസ്സാക്കണ്ട. അപ്പോൾ എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ഇരിക്കട്ടെ. എൻ്റെയും ഹോട്ടോവിൻ്റെയും വക വീണ്ടും പറയാണ്, ഈ ക്രിസ്മസ് നമുക്ക് ഹോട്ടോവിൻ്റെ കൂടെ അങ്ങ് എൻജോയ് ചെയ്യാം കേട്ടോ. അപ്പോൾ ബൈ.